ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു ബേസിക് ഇംഗ്ലീഷിൻ്റെ കുറച്ച് വേർഡ്സും അതുപോലെ തന്നെ അതിനെ പറ്റിയുള്ള സെൻറ്റൻസുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നത്. നമ്മൾ അതിൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് നോക്കാൻ പോകുന്നത് അതിൻ്റെ ബാക്കിയുള്ള വേർഡ്സും പിന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നമുക്കപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റാക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് നോക്കാം. അടുത്തതായിട്ട് ഹീ എന്ന് പറഞ്ഞ്, ഹീ എന്ന് വെച്ചാൽ അവൻ, അവൻ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. പിന്നെ ഈസ് എന്ന് വെച്ചാൽ ആകുന്നു. അപ്പം ഹീസ് എന്ന് വെച്ചാൽ അവനാകുന്നു അല്ലെങ്കിൽ അവനാണ് എന്നുള്ള രീതിയിലും വരും. പിന്നെ ഈസ് ഹീ, അവനാണോ അല്ലെങ്കിൽ അവനാകുന്നുവോ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ പോലെയാണ് ഇത് വന്നത്. ഈസ് ഹീ, ഓക്കെ. പിന്നെ ഈസ് എ കാർപ്പൻറ്റർ, അവനൊരു ആശാരിയാണ്. ഈസ് എ കാർപ്പൻറ്റർ, അവനൊരു ആശാരിയാണ്. പിന്നെ ഈസ് ഹീ എ കാർപ്പൻറ്റർ, ഒരു ക്വസ്റ്റ്യൻ പോലെ. അപ്പോൾ അവനൊരു ആശാരിയാണോ? ഈസ് എ ഡിസൈനർ, അവനൊരു ഡിസൈനറാണ്. പിന്നെ ഈസ് ഹീ എ ഡിസൈനർ, അവനൊരു ഡിസൈനറാണോ എന്ന രീതിയിൽ വരും. പിന്നെ ബാലൻ ഈസ് എ കാർട്ടർ, ബാലൻ ഒരു വണ്ടിക്കാരനാണ്. ഈസ് എ ബാലൻ കാർട്ടർ, ബാലൻ ഒരു വണ്ടിക്കാരനായിരുന്നു. ഷീ, അവൻ. ഈസ്, ആകുന്നു. ഷീ ഈസ് എന്ന് വെച്ചാൽ അവളാണ്, അവളാകുന്നു. ഈസ് ഷീ, അവളാണോ അവളാകുന്നുവോ, ഓക്കെ, ഇങ്ങനെ വരുവേ. ഷീ ഈസ് എ ഡാൻസർ, അവൾ ഒരു നൃത്തകാരിയാണ്. ഷീ ഈസ് എ ഡാൻസർ, അവളൊരു നൃത്തകാരിയാണോ? ഈസ് ഷീ എ ഡാൻസർ, അവളൊരു നൃത്തകാരിയാണോ? ഷീ ഈസ് എ ടൈലർ, അവളൊരു തയ്യക്കാരിയാണ്. ഈസ് ഷീ എ ടൈലർ, അവളൊരു തയ്യക്കാരിയാണോ? പിന്നെ അടുത്തത് ഹീ വാസ് എന്ന് വെച്ചാൽ അവൻ അല്ലെങ്കിൽ അദ്ദേഹം, അയാൾ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ആയിരുന്നു എന്ന് പറയും. ഹി വാസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു. ഹീ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇംഗ്ലീഷിൽ ഹീ എന്ന് മാത്രമേ നമ്മൾ സംഭവം യൂസ് ചെയ്യത്തുള്ളൂ വേർഡ്. അപ്പം അത് മലയാളത്തിൽ വരുമ്പോഴത്തേക്കും ചിലപ്പം അദ്ദേഹം എന്ന് വരും, അവനെന്ന് വരും, അദ്ദേഹം വരും, അയാൾ വരും, പല രീതിയിലും വരും. ഇപ്പം നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പം നമ്മൾ ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുകയാണെങ്കിലും ഹീ വെച്ചിട്ടാണ് ആൾക്കാണെങ്കിൽ ഹീസ് കമ്മിങ് എന്നേ പറയത്തുള്ളൂ. ഇപ്പം മലയാളത്തിലാണെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെ പ്രായം നോക്കും. എന്നുവെച്ചാൽ മുതിർന്ന ആൾക്കാണെങ്കിൽ നമ്മൾ അദ്ദേഹം അങ്ങനെയൊക്കെ സംബോധന ചെയ്തിട്ടാണ് നമ്മൾ പറയുക. മലയാളത്തിൽ അങ്ങനെ പറയാം, ഇംഗ്ലീഷിൽ ഹീ എന്ന് മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ. ഇനി അടുത്തത് ഷീ വാസ്, അവളായിരുന്നു. വാസ് ഹീ, അവനായിരുന്നോ? അടുത്തത് വാസ് ഷീ, അവളായിരുന്നോ? ഹീ വാസ് എ കോൺട്രാക്ടർ, അവനൊരു കോൺട്രാക്ടറായിരുന്നു. വാസ് ഹീ എ കോൺട്രാക്ടർ, അദ്ദേഹം ഒരു കോൺട്രാക്ടറായിരുന്നുവോ? ഹീ വാസ് എ എൻജിനീയർ, അദ്ദേഹം ഒരു എൻജിനീയർ ആയിരുന്നു. വാസ് ഹീ ആൻ എൻജിനീയർ, അദ്ദേഹം ഒരു എൻജിനീയർ ആകുന്നുവോ? ഷീ വാസ് എ ബ്യൂട്ടീഷ്യൻ, അവൾ ഒരു ബ്യൂട്ടീഷ്യൻ ആയിരുന്നു. വാസ് ഷീ എ ബ്യൂട്ടീഷ്യൻ, അവൾ ഒരു ബ്യൂട്ടീഷ്യൻ ആയിരുന്നുവോ? റഹ്മാൻ വാസ് എ മില്ലർ, റഹ്മാൻ ഒരു മില്ല് നടത്തിപ്പുകാരനായിരുന്നു. നമ്മൾ നോക്കാൻ പോകുന്നത് വാസ് റഹ്മാൻ എ മില്ലർ, റഹ്മാൻ ഒരു മില്ല് നടത്തിപ്പുകാരനായിരുന്നുവോ? ഗീത വാസ് എ ടീച്ചർ, ഗീത ഒരു അധ്യാപികയായിരുന്നു. വാസ് ഗീത എ ടീച്ചർ, ഗീത ഒരു അധ്യാപികയായിരുന്നുവോ? അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതും ഹീയും ഷീയും വെച്ചിട്ടുള്ള വേർഡ്സും പിന്നെ അതിനെ പറ്റിയുള്ള സെൻറ്റൻസുമാണ്. അത് ഹീ വാസ് അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇനി അപ്പോൾ മൂന്നാമത്തെ ക്ലാസ്സിൽ നമുക്ക് അടുത്തത് പഠിക്കാം. ഓക്കെ.
ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ്സിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ എല്ലാവർക്കും അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.